നാഥനില്ലാതെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ നിയമിക്കാൻ കഴിയാതെ ദേശീയ നേതൃത്വം. നിയമനം വൈകുന്നതിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അധ്യക്ഷ നിയമനത്തിന് അഭിമുഖം തീരുമാനിച്ചെങ്കിലും എപ്പോൾ നടത്തുമെന്നതിലും വ്യക്തതയില്ല. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്നാണ് നിയമനം വൈകുന്നത്. റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, വെരി ഗുഡ് മോർണിംഗ്. റോഷി, സംസ്ഥാനത്ത് ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കണം. സർക്കാരിനെതിരെ തെരുവിൽ പ്രതിഷേധവും സമരവുമായിട്ടൊക്കെ ഇറങ്ങണം. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇല്ലാതായിട്ട് ഒരു മാസമാവുകയാണ്. അടുത്തെങ്ങും ഉണ്ടാവൂലേ? അരുൺകുമാർ, ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ ചുമതലയുള്ള പ്രതിപക്ഷ യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. ആ സംഘടനയ്ക്ക് ഇന്ന് നാഥനില്ലാത്ത ഒരു സാഹചര്യമാണ്. അതാണ് ആ സംഘടനയ്ക്ക് സമര സംഘടനയായി മാറാൻ കഴിയാത്തത് എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. കഴിഞ്ഞ ഒരു മാസക്കാലമായി അധ്യക്ഷനില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് രാജിവെച്ചത് കഴിഞ്ഞ മാസം 21-നാണ്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ദേശീയ നേതൃത്വം പുതിയ അധ്യക്ഷനെ നിയമിക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടു. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദേശീയ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ശ്രാവൺ റാവു കേരളത്തിലെത്തി പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുമായി അടക്കം കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങൾ ചർച്ച ചെയ്തെങ്കിലും ഇപ്പോഴും സമവായത്തിൽ എത്തിയിട്ടില്ല. കൂടുതൽ യുവ നേതാക്കളുടെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ഗ്രൂപ്പ് വടംവലി ഒരു പ്രധാന കാരണമായി ഓരോ ഗ്രൂപ്പും സംസ്ഥാന അധ്യക്ഷ പദവിക്ക് അവകാശവാദവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ പോലും അസംതൃപ്തി ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. കാരണം പ്രതിദിനം സമരം ചെയ്യേണ്ട സംഘടനയ്ക്ക് അങ്ങനെ സമരം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന തലത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചടക്കം നിയമസഭാ മാർച്ചടക്കം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുണ്ട്. അതൊന്നും കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നതാണ് പരാതിക്ക് ആധാരം. ഏതായാലും ദേശീയ യൂത്ത് കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താൻ അഭിമുഖം തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോൾ അഭിമുഖം നടത്തുമെന്ന് വ്യക്തമല്ല. നിലവിൽ 4 പേരെയാണ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്നത്. അതിൽ ഒന്ന് അഭിൻ വർക്കിയാണ്, നിലവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. രണ്ടാമത്തത് NSU മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയായ KM അഭിജിത്താണ്. ഒപ്പം ബിനു ചുള്ളിയിൽ നിലവിലെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയാണ്. OJ ജനീഷ് കുമാർ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷനാണ്. ഈ 4 പേരെ അഭിമുഖത്തിന് വിളിച്ച് അതിൽ ഒരാളെ സംസ്ഥാന അധ്യക്ഷനാക്കാനാണ് സാധ്യത. പക്ഷേ ഇതെപ്പോൾ അധ്യക്ഷനെ നിയമിക്കുമെന്ന് വ്യക്തമല്ല. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ദിവസങ്ങൾ മാത്രമാണ് അതിന്റെ വിജ്ഞാപനത്തിന്. അത് കഴിയുമ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലേക്ക് പോകും. ഈ ഘട്ടത്തിലൊക്കെ സർക്കാരിനെതിരെയുള്ള നിരവധി വിഷയങ്ങൾ ആളിക്കത്തിക്കാനുണ്ട്. അതാണ് നേതൃത്വത്തിനും അസംതൃപ്തി ഉണ്ടാകാൻ കാരണം. ഓക്കെ, എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇല്ലാതെ ഈ നിർണായകമായ ദിവസങ്ങളിൽ കടന്നു പോകുന്നത് ചെറിയ ക്ഷീണമൊന്നുമല്ല കോൺഗ്രസിന് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നത്. താങ്ക് യു റോഷി.